ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സത്യാഗ്രഹം ആരംഭിച്ചു. അതിനെ പിടിച്ചു നിർക്കാൻ ആർക്കും കഴിഞ്ഞില്ല എന്നാണ്. അങ്ങനെ അവിടെ നിന്നാണ് സത്യാഗ്രഹം ആരംഭിക്കുന്നത്. ബീഹാറിലെ ചമ്പാരനിലായിരുന്നു അത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ 1919 റൗലറ്റ് ആക്ട് എന്ന് പറഞ്ഞ ഒരു ആക്ട് പുതിയതായി പാസ്സാക്കി. എന്ന് പറഞ്ഞാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു പട്ടാളക്കാരൻ അയാൾക്ക് ഏത് ഇന്ത്യക്കാരനെയും അയാൾ തീവ്രവാദിയാണ്, ഭീകരവാദിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തടവിൽ വെക്കാം, 2 കൊല്ലം ജയിലിലിടാം. അങ്ങനത്തെ ഒരു കരി നിയമം വന്നു. ഇന്ത്യക്കാരെ കൊണ്ട് ബ്രിട്ടീഷുകാരുടെ ജയിലുകൾ നിറഞ്ഞുപോയി. അതിനെതിരെ മഹാനായ മഹാത്മജി സത്യാഗ്രഹം ആരംഭിച്ചു. അത് പിന്നെ അവസാനം വലിയ കൂട്ട മരണത്തിലാണ് കലാശം. നമുക്കറിയാം അതിൻ്റെ അവസാനം കുറിച്ചുകൊണ്ട റെഡ് പോയിന്റ് ആയിരുന്നു, ചുവന്ന രക്തം കൊണ്ടിട്ട ചുവന്ന ബിന്ദുവായിരുന്നു ജാലിയൻ വാലാബാഗ്. നമുക്കറിയാം അമൃത്സറിൽ നടന്ന കൂട്ടക്കൊല 1919 ഏപ്രിൽ 13. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് ഖിലാഫത്ത് ലഹള വരുന്നത്. ഖിലാഫത്ത് ലഹള ഉണ്ടാവാൻ ഒരു കാരണമുണ്ട്. എന്താണെന്നറിയാമോ? 1-ാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ച ബ്രിട്ടനും ബ്രിട്ടൻ്റെ സഖ്യശക്തികളും തുർക്കിയിലെ ഇസ്ലാമിക ഖലീഫയെ, ഒട്ടോമൻ ഖലീഫയെ, ഉസ്മാനിയ ഖിലാഫത്തിനെ തകർത്തു. ആയതുകൊണ്ട് ഇന്ത്യക്കാരെല്ലാം, പ്രത്യേകിച്ചും മൗലാന മുഹമ്മദ് അലിയുടെയും മൗലാന ഷൗക്കത്ത് അലിയുടെയും നേതൃത്വത്തിലുള്ള ഇന്ത്യക്കാരെല്ലാം ഈ വിഷയത്തിൽ ബ്രിട്ടീഷുകാരോട് എതിരിടാൻ തന്നെ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിരുന്നു 1920-21 കാലഘട്ടത്തിൽ നടന്ന ഈ ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്നത്. പക്ഷേ അതിന് കോൺഗ്രസ് എന്നുണ്ടായിരുന്നു, മുസ്ലിം ലീഗ് എന്നുണ്ടായിരുന്നു. 2 വിഭാഗം രാഷ്ട്രീയ ശക്തികളും അതിന് വേണ്ടിയിട്ട് തയ്യാറാവുകയും ചെയ്തു. എന്ന് മാത്രമല്ല, നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ നികുതി കൊടുക്കൂല, ഗവൺമെൻറ് പറയുന്നത് ഒന്നും ഞങ്ങൾ ഇനി കേൾക്കൂല എന്ന ഒരു നല്ല ഒരു തീരുമാനത്തിലേക്ക് നമ്മുടെ നേതാക്കന്മാർ എത്തിപ്പെടുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നേരത്തെ നാം കേട്ട 1922 ചൗരി ചൗര സംഭവം നടക്കുന്നത്. ചൗരി ചൗര സംഭവം നടന്നത് വലിയ ഖേദകരമായിരുന്നു. അത് കാരണം ഗാന്ധിജി പറഞ്ഞത് നിസ്സഹകരണം മാത്രമാണ്. നിസ്സഹകരണം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും തല്ലിക്കൊല്ലലല്ല, ആരോടും സഹകരിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് സത്യാഗ്രഹികളായി സത്യത്തെയും അഹിംസയെയും മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നാണ്. പക്ഷേ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആവേശം പൂണ്ട പല യുവാക്കളും, ഇന്ത്യൻ യുവാക്കളും അവിടെ ചൗരി ചൗരയിലെ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയുണ്ടായി. പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന 22 പോലീസുകാരെ അവർ പരസ്യമായി കൊന്നുകളഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഈ നിസ്സഹകരണ പ്രസ്ഥാനം അപകടത്തിലേക്ക് പോവുകയാണ്, അഹിംസയിൽ നിന്ന് ഹിംസയിലേക്ക് മാറുകയാണ് എന്ന് കണ്ട ഗാന്ധിജി അവിടെ വെച്ചുകൊണ്ട് അതിനെ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ നിസ്സഹകരണം മറ്റൊരു രൂപത്തിൽ വന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ദണ്ഡിയിലെ ഉപ്പ് സത്യാഗ്രഹങ്ങളൊക്കെ ഉണ്ടായത്. അതായത് ഉപ്പ് വിൽപ്പന നടത്താനും ഉപ്പ് കുറുക്കിയെടുക്കാനും ഉപ്പ് ഉണ്ടാക്കാനുമെല്ലാം ഇന്ത്യക്കാർക്ക് പ്രത്യേക നിയമങ്ങൾ വന്നു. നോക്കുക, നമ്മളെ എത്രമാത്രം നിന്ദിച്ചുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഭരിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് കറിയിലിടാൻ ഉപയോഗിക്കുന്ന, നമ്മൾ കഞ്ഞിയിലിടാൻ ഉപയോഗിക്കുന്ന ഉപ്പ്, ആ ഉപ്പിൻ്റെ മേലിൽ പോലും നമുക്ക് അവകാശമില്ല, അധികാരമില്ല എന്ന് പറയുന്ന സാഹചര്യം വന്നപ്പോഴാണ് അതിനുവേണ്ടി വലിയ ദണ്ഡി യാത്രയടക്കമുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടായത്. മാത്രമല്ല അതിൽ 60,000 ആൾക്കാരെയാണെന്ന് അറസ്റ്റ് ചെയ്ത ഇന്ത്യക്കാർ, 60,000 പേരെ. അത്രയും വലിയ വേട്ടയായിരുന്നു ആ കാര്യത്തിലൊക്കെ ബ്രിട്ടീഷുകാർ ചെയ്തത്. അതും കഴിഞ്ഞപ്പോൾ എല്ലാ അതിരുകളും അതിൻ്റെ അവസാനത്തിലേക്ക് എത്തി. ഇനി ഇവരുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് വന്നു. അപ്പോഴാണ് 1940കളിലേക്ക് എത്തിയപ്പോൾ ലോകത്ത് 2-ാം ലോക മഹായുദ്ധം ഉരുണ്ടുകൂടിയത്. ഒരു ഭാഗത്ത് ബ്രിട്ടനും ബ്രിട്ടൻ്റെ സഖ്യശക്തികളുമാണ്. ആയതുകൊണ്ട് ബ്രിട്ടനിൽ നിന്ന് ഒരാൾ വന്നു. അയാളുടെ പേര് സർ ക്രിപ്സ് എന്നാണ്. ക്രിപ്സ് വന്നു. അദ്ദേഹം വന്നിട്ട് ഇന്ത്യൻ നേതാക്കന്മാരോട് പറഞ്ഞു, 2-ാം ലോക മഹായുദ്ധത്തിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം ബ്രിട്ടനോടൊപ്പം നിൽക്കുകയാണ് എങ്കിൽ, 2-ാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യ ബ്രിട്ടനെ സഹായിക്കുകയാണ് എങ്കിൽ യുദ്ധം കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്നായിരുന്നു പറഞ്ഞത്. അതൊരു ചതിയായിരുന്നു, അതൊരു വഞ്ചനയായിരുന്നു. പക്ഷേ അത് നമ്മുടെ നേതാക്കന്മാർക്ക് മനസ്സിലായി. ഗാന്ധിജി എഴുന്നേറ്റു, മൗലാന മുഹമ്മദ് അലി ജൗഹർ എഴുന്നേറ്റു,
പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എഴുന്നേറ്റു, ആസാദും പട്ടേലും എല്ലാവരും എഴുന്നേറ്റു. അവർ പറഞ്ഞു, ഇല്ല, നിങ്ങളെ മറ്റൊരിക്കൽ ഞങ്ങൾ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. ഗാന്ധിജി തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവരോട് പറഞ്ഞു, ഒന്നേ പറയാനുള്ളൂ, ക്വിറ്റ് ഇന്ത്യ. വല്ലാത്ത ഊർജ്ജസ്വലതയുള്ളൊരു വാക്കായിരുന്നു അത്. ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇന്ത്യ വിട്ടുപോവുക എന്നായിരുന്നു. ഭാരത് ഛോഡോ ആന്തോളൻ, അതാണ് ബ്രിട്ടീഷുകാരെ ശരിക്കും പിടിച്ചു കുലുക്കിയ. അന്ന് മഹാത്മാഗാന്ധി ചെയ്ത പ്രസംഗമുണ്ട് മുംബൈയിൽ. മുംബൈയിൽ ആ പ്രസംഗം തീർന്നപ്പോഴേക്ക് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. കോൺഗ്രസിലെ ഓരോ നേതാക്കന്മാരെയും അറസ്റ്റ് ചെയ്തു. അവസാനം പ്രദേശത്തുണ്ടായിരുന്നൊരു കോൺഗ്രസ് പ്രവർത്തകയാണ് ആ യോഗം പിരിച്ചുവിടാൻ അധ്യക്ഷയായത് എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പം ആയതുകൊണ്ട് ക്രിപ്സ് മിഷൻ പരാജയപ്പെട്ടതിനെ തുടർന്ന് 1942 ഓഗസ്റ്റ് 8 നടത്തിയ ക്വിറ്റ് ഇന്ത്യ ഉണ്ടോ, ഇങ്ങനെ കലാപങ്ങൾ, നാടുനീള സമരങ്ങൾ ശക്തിപ്പെട്ടു. ആ ശക്തിപ്പെട്ടതോടുകൂടെ വൈസ്രോയി അതെല്ലാം അറിഞ്ഞു. വൈസ്രോയിയാണ് ഭരണത്തിൻ്റെ ഏറ്റവും മേലെ നിൽക്കുന്ന ആൾ. അദ്ദേഹം ഉടനെ തന്നെ ഒരു റിപ്പോർട്ട് നൽകി, ബ്രിട്ടൻ ഗവൺമെൻറ്റിന് റിപ്പോർട്ട് നൽകി, ഇനി നമുക്ക് ഇന്ത്യക്കാരെ പിടിച്ചു നിർത്താൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ പേര് വേവൽ പ്രഭു എന്നായിരുന്നു. ലോർഡ് വേവൽ എന്ന വൈസ്രോയി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന്, അന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ പ്രൈം മിനിസ്റ്റർ വിൻസെൻ്റ് ചർച്ചിലാണ്, അദ്ദേഹത്തിന് കത്തെഴുതി ഇനി നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതോടുകൂടെ അവർ ആ റിപ്പോർട്ട് അംഗീകരിച്ചു. ശരി, റിസ്ക് ആണ് എങ്കിൽ നമുക്ക് ഇന്ത്യയെ ഒഴിവാക്കാം എന്നൊരവസ്ഥയിലേക്ക് അവർ വന്നു. അതുകൊണ്ട് ഒഴിവാക്കുന്നത് എങ്ങനെയാണ് എന്നതിന് പ്രാഥമിക ചർച്ചകൾ തുടങ്ങി. 1946 സിംലയിൽ വെച്ച് പ്രാഥമികമായ ചർച്ചകൾ തുടങ്ങി. ഇതിനിടെ 1946 വേറെ ഒരു സംഭവം ഉണ്ടായി. അതെന്തായിരുന്നു അറിയാമോ? ബ്രിട്ടനിൽ തെരഞ്ഞെടുപ്പ് വന്നു. ആ തെരഞ്ഞെടുപ്പ് ശക്തമായ തെരഞ്ഞെടുപ്പായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ വിൻസ്റ്റൺ ചർച്ചിൽ പരാജയപ്പെട്ടു. അതോടുകൂടെ അവിടെ പിന്നീട് അധികാരത്തിൽ വന്ന ലേബർ പാർട്ടിയായിരുന്നു. ലേബർ പാർട്ടിക്ക് ഇങ്ങനെ ഇന്ത്യയെ പോലെ കുറേ കോളനികളെ ഒപ്പം നിർത്തുകയും അതിലെ വരവും ചെലവും ഒന്നും നോക്കുകയും അതിനെ ലാക്കാക്കി ജീവിക്കുകയും ഭരിക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. അവർ ആദ്യം തന്നെ തീരുമാനിച്ചു, നമുക്ക് ഈ ഇന്ത്യയെ ഒഴിവാക്കാം, സ്വാതന്ത്ര്യം കൊടുക്കാം. അങ്ങനെ അവർ വേവൽ പ്രഭുവിനെ തിരിച്ചു വിളിക്കുകയും പകരം മൗണ്ട് ബാറ്റൻ പ്രഭുവിനെ വൈസ്രോയിയായി നിയോഗിക്കുകയും വൈസ്രോയിയായ മൗണ്ട് ബാറ്റൻ പ്രഭുവിനോട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു. അയാൾ വളരെ ക്ലവറായിരുന്നു. അയാളുടെ തലയിൽ നിന്നാണ് വിഭജനം എന്ന ആശയമൊക്കെ വന്നത് എന്ന് നേരത്തെ നമ്മൾ പ്രസംഗങ്ങൾ കേൾക്കുകയുണ്ടായി. അവസാനം 1947 ഫെബ്രുവരി മാസത്തിൽ ബ്രിട്ടൻ ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്തു. എന്താണെന്നറിയാമോ? 1948 ജൂൺ മാസത്തിനകം ഇന്ത്യക്ക് പരിപൂർണമായ സ്വാതന്ത്ര്യം നൽകണം എന്നത്. അങ്ങനെ പക്ഷേ കാര്യങ്ങൾ അത്ര തന്നെ നീളേണ്ടി വന്നില്ല. 1947 ഓഗസ്റ്റ് 14 ആയപ്പോഴേക്ക് കാര്യങ്ങളെല്ലാം തീരുമാനിക്കപ്പെട്ടു. ഇന്ത്യ ഇന്ത്യയായും പാകിസ്ഥാനായും വിഭജിക്കപ്പെടുകയും അന്നത്തെ രാത്രിയിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുകയും ചെയ്തു. അർദ്ധരാത്രിയിൽ നാം നേടിയ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ 77 വർഷങ്ങളാണ് കഴിഞ്ഞു പോയത്. ഇതുവരെ ഞാൻ പറഞ്ഞത് ഇന്ത്യാസ് പാസ്റ്റ്. ഇനി അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് ഇന്ത്യയുടെ അവസ്ഥ? ഈ അവസ്ഥ നമുക്ക് വളരെ ചെറുതായി അല്ലെങ്കിൽ താത്വികമായി കാണാൻ 2 രംഗങ്ങൾ കണ്ടാൽ മാത്രം മതി. ഒന്നാമത്തെ രംഗം, 2 രംഗങ്ങൾ പറയാം. ഒന്നാമത്തെ രംഗം, സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം 1948 ജനുവരി മാസം 30 ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ അക്രമികളായ ഹിന്ദു തീവ്രവാദിയായ ഒരാൾ വെടിവെച്ചു കൊന്നു. 30 കൊല്ലക്കാലം ഇന്ത്യക്ക് വേണ്ടി ജീവിച്ച മഹാത്മാഗാന്ധിയെ നിഷ്കരുണം വെടിവെച്ചു കൊന്നു. സ്വാതന്ത്ര്യം കിട്ടി, ഒരു സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാനുള്ള അവസരം പോലും മഹാത്മാവിന് കൊടുത്തില്ല. ഒരു സ്വാതന്ത്ര്യ ദിനം പോലും ആഘോഷിക്കാനുള്ള അവസരം കിട്ടാതെ മഹാത്മജി പിടഞ്ഞു മരിക്കുകയാണ് ചെയ്തത്. റാം എന്നും പറഞ്ഞ് അദ്ദേഹം പിടഞ്ഞു മരിക്കുകയാണ് ചെയ്തത്. ഇത് ഒരു രംഗം. ഒന്ന്. രണ്ടാമത്തെ രംഗം, സ്വാതന്ത്ര്യം കിട്ടി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി, ഒന്നാമത്തെ പ്രധാനമന്ത്രിയായി.
1947 മുതൽ പിന്നീട് 1989 വരെയുള്ള 17 വർഷം നെഹ്റുവാണ് ഭരിച്ചത്. നെഹ്റു മരണപ്പെട്ടപ്പോൾ പിന്നീട് വന്നത് രണ്ടാമത്തെ പ്രധാനമന്ത്രിയായി വന്നത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. അദ്ദേഹം ഭരണം നടത്തിയത് 64 മുതൽ 66 വരെ 2 കൊല്ലം. അത് കഴിഞ്ഞിട്ട് പിന്നെ നെഹ്റുവിൻ്റെ ഏകമകൾ ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വന്നു. 1966 മുതൽ 77 വരെ ആദ്യം വന്നു 11 കൊല്ലം. പിന്നെയും 80 മുതൽ 84 വരെ പിന്നെയും 4 കൊല്ലം വന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് വന്നത് അവരുടെ മകൻ രാജീവ് ഗാന്ധിയായിരുന്നു. അത് 84 മുതൽ 89 വരെയുള്ള 5 വർഷമായിരുന്നു. അപ്പോൾ നോക്കൂ, ഞാനിപ്പോൾ ഈ പറഞ്ഞ വർഷങ്ങളുണ്ടല്ലോ, ഈ വർഷങ്ങളെല്ലാം കൂടി സമ്മപ്പ് ചെയ്താൽ നമുക്ക് കിട്ടുക 39 വർഷം എന്നാണ്. ഞാനിതിൽ മാസങ്ങളൊന്നും പറഞ്ഞില്ല. ഈ മാസങ്ങളെല്ലാം, മാസങ്ങളിലെ 2-ാം മാസം 3-ാം മാസം എന്ന് പറഞ്ഞ ഈ മാസങ്ങളെ കൂടി കൂട്ടിയാൽ 40 കൊല്ലക്കാലത്തെ ചിത്രമാണിത്. നോക്കുക, 2 സീനുകൾ നമ്മളിപ്പോൾ കണ്ടു. ഒന്നാമത്തെ സീൻ എന്താണെന്നറിയാമോ? 1948 ജനുവരി 30-ാം തീയതി 30 വർഷക്കാലം ഇന്ത്യയെ നയിച്ച, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഉറക്കം കെടുത്തിയ മഹാത്മജിയെ വെടിവെച്ചു കൊന്നു ഹിന്ദു തീവ്രവാദി. ഒന്ന്. രണ്ടാമത്തേത്, തൊട്ടടുത്ത 40 വർഷക്കാലം ഇന്ത്യ ഭരിച്ചു. നെഹ്റു പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ വിശന്ന് പൊരിയുകയായിരുന്നു. കാരണം ഇന്ത്യയുടെ ഉൽപാദനം 4.75% മാത്രമായിരുന്നു. ഒന്നും ഉണ്ടാക്കാൻ കഴിയുന്നില്ല, ഒന്നും ഉണ്ടാകുന്നില്ല. പട്ടിണിയോട് പട്ടിണിയാണ്, ദാരിദ്ര്യത്തോട് ദാരിദ്ര്യമാണ്. അതാ അവസ്ഥയുണ്ടായിരുന്നത്. കാരണം എന്താ? $4 ട്രില്യൺ മുതലാണ് ഇവിടുന്ന് അവർ കട്ടുകടത്തിയത്. എല്ലാം കൊണ്ടുപോകാൻ നടത്തി. നിങ്ങൾക്കറിയാമോ, താജ്മഹൽ ഇന്നും ലോകത്തെ 7 മഹാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ, അത് കാണാത്തവരോട് അതിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അത് മനസ്സിലാവില്ല. അത് അങ്ങനെ ഒരു സാധനമാണ്. നമ്മളിപ്പോൾ പാഠപുസ്തകത്തിൽ പഠിച്ച താജ്മഹൽ ഉണ്ടല്ലോ, പ്രസംഗങ്ങളിൽ നമ്മൾ കേൾക്കുന്ന താജ്മഹൽ ഉണ്ടല്ലോ, ആ താജ്മഹലല്ല അവിടെ പോയി കാണുമ്പോഴുള്ള താജ്മഹൽ. അത് മറ്റൊന്നാണ്. നമ്മൾ കണ്ടതിനേക്കാൾ പഠിച്ചതിനേക്കാൾ എത്രയോ ഇരട്ടി വലിപ്പമുള്ള ഒന്ന്. ആ താജ്മഹൽ 2 പ്രാവശ്യം ലേലത്തിന് വെച്ചു ബ്രിട്ടീഷുകാർ. നോക്കൂ, പക്ഷേ ഇത് പൊളിച്ചിട്ട് ഈ സാധനങ്ങൾ മുഴുവനും ലണ്ടനിൽ എത്തിക്കാനുള്ള ട്രാൻസ്പോർട്ടേഷൻ ചാർജിൻ്റെ ഭാരമോർത്തുകൊണ്ടാണ് അത് നടക്കാതിരുന്നത് എന്നാണ് ചരിത്രം പറയുന്നത്. നോക്കൂ, താജ്മഹലിൻ്റെ ഉള്ളിൽ താജ്മഹലിനേക്കാൾ വില പിടിപ്പിച്ച സിംഹാസനം ഉണ്ടായിരുന്നു. ആ സിംഹാസനത്തിലെ രത്നങ്ങളെല്ലാം കുത്തിപ്പറിച്ചിളക്കിയെടുത്ത് കൊണ്ടുപോയി, അവർ കട്ടുകൊണ്ടുപോയി. അതിലെ ഒരു രത്നം, കോഹിനൂർ രത്നത്തിന് മാത്രം ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ വില കിട്ടുമായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. ഇത്രയും വലിയ ഒരു സംഭവമായിരുന്നു അത്. ആയതുകൊണ്ട് തന്നെ അത്രയും വലിയ അങ്ങനെയുള്ള ഒരു വളരെ സാഹചര്യത്തിലാണ് 40 കൊല്ലം ഭരിച്ചത്. 40 കൊല്ലം ഈ പറഞ്ഞ ആൾക്കാർ ഭരണം നടത്തിയത്. ആ ഭരണത്തിൻ്റെ ഇടയിലും പിന്നീടുമായി പല ആൾക്കാരും പിന്നെയും വന്നിട്ടുണ്ട്. അത് 2 തരം ആൾക്കാരാണ് വന്നത്. ഒന്ന്, ഇന്നത്തെ BJPയുടെ സ്ഥാനത്തുള്ള BJPയുടെ പഴയ പതിപ്പായ ജനതാ പാർട്ടിയിലെ ചില ആൾക്കാരൊക്കെ ഇടക്കിടക്ക് ഭരിച്ചിട്ടുണ്ട്. മൊറാർജി ദേശായി, ചരൺ സിംഗ്, അതുപോലെ തന്നെ വാജ്പേയി, നരേന്ദ്രമോദി, അവരൊക്കെ അതിൽപ്പെട്ട ആൾക്കാരാണ്. പിന്നെ ജനതാദളിൻ്റെ ഭാഗത്തിൽ നിന്ന് 4 ആൾക്കാർ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. VP സിംഗ്, അപ്പോൾ തന്നെ ചന്ദ്രശേഖർ, IK ഗുജറാൾ, ദേവഗൗഡ തുടങ്ങിയ ആൾക്കാർ ഭരിച്ചിട്ടുണ്ട്. പക്ഷേ പ്രത്യേകം എന്താണെന്നറിയാമോ? ജനതാദളിൻ്റെ ആൾക്കാർ അവർ നല്ല ആൾക്കാരാണ്, പക്ഷേ അവർക്ക് വലുതാവാൻ കഴിഞ്ഞില്ല. അവർ വലുതാകുമ്പോഴേക്ക് തകർന്നു വീഴുകയായിരുന്നു. തകർച്ചയെ നേരിടാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ പ്രതീക്ഷയില്ല. പിന്നീട് പ്രതീക്ഷ ഉണ്ടായിരുന്നത് 40 കൊല്ലം ഇന്ത്യ ഭരിച്ച, ഞാനീ പറഞ്ഞ 40 കൊല്ലം ഇന്ത്യ ഭരിച്ച കോൺഗ്രസിനായിരുന്നു. പക്ഷേ കോൺഗ്രസിൽ അവസാനം വന്ന ഭരണാധികാരികൾ നിലവാരമില്ലാത്തവരായിരുന്നു. ആദ്യം വന്ന നിലവാരമുള്ള ഭരണാധികാരികളുടെ സ്ഥാനത്ത് വെക്കാൻ അവരോധിക്കാൻ പറ്റാത്ത ആൾക്കാരായിരുന്നു പിന്നീട് വന്നവർ. അപ്പം ആയതുകൊണ്ട് തന്നെ കോൺഗ്രസിലെ വിശ്വാസം നഷ്ടപ്പെട്ടു. കോൺഗ്രസിലുള്ള വിശ്വാസത്തിന് ഉലച്ചിൽ തട്ടി ഒരു ഭാഗത്ത്, ജനതാദൾ തുടങ്ങിയ
സോഷ്യലിസ്റ്റ് മൂവ്മെൻറ്റുകൾക്ക് വിജയിക്കാൻ കഴിഞ്ഞതുമില്ല. ഈ രണ്ട് അവസരങ്ങൾ, ഈ രണ്ട് നെഗറ്റിവിറ്റികൾ ഉപയോഗപ്പെടുത്തിയപ്പോഴാണ് ഭാരതീയ ജനതാ പാർട്ടി ഇപ്പോൾ രണ്ടാമതും അധികാരത്തിൽ വന്നിരിക്കുന്നത്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണത്.